കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവർ സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങുന്നതിനനുസരിച്ച് അവർക്ക് മാനസികമായി ഉണ്ടാകുന്ന ഒരു സംതൃപ്തി അല്ലെങ്കിൽ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഒരു സാധനത്തിന്റെ കഴിവിനെ നമ്മൾ വിളിച്ച പേരാണ് യൂട്ടിലിറ്റി എന്ന പേരിൽ പറഞ്ഞത്. യൂട്ടിലിറ്റി രണ്ട് അപ്രോച്ചുകളാണ് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. മലയാളത്തിൽ നമ്മൾ അതിനെ കാർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തവും ഓർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തവും എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ല, കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രകാരനാണ് ഈ യൂട്ടിലിറ്റി കൊണ്ടുവന്നത്. അല്ല, നമ്മൾ പറഞ്ഞത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ നമ്പേഴ്സ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ന്യൂമറൽസിന്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർമെന്റ് ചെയ്യാൻ സാധിക്കും എന്ന സിദ്ധാന്തമാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറഞ്ഞത്. അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കേസുകളാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ യൂട്ടിലിറ്റി രണ്ട് തരത്തിലുണ്ട്: ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ നിന്നും ഒരു ഉപഭോക്താവിന് കിട്ടുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷൻ. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അധികമായി കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചപ്പോൾ ആ ടേബിളിലൂടെ നമ്മൾ പഠിച്ചപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തത്തെ നമ്മൾ വിളിച്ച പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപയുക്തതാ സിദ്ധാന്തം എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞത് ഈ യൂട്ടിലിറ്റിയിൽ ടോട്ടൽ ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷൻ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് ടോട്ടൽ യൂട്ടിലിറ്റി വർദ്ധിക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും വർദ്ധിക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മാക്സിമത്തിലെത്തുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താകുന്നു, സീറോ ആകുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്താകുന്നു, നെഗറ്റീവായി മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ പറയുന്ന കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റി, ഇങ്ങനെ രണ്ട് സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഇനി അതിനകത്ത് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർമെന്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കുമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സാനിറ്റൈസർ എടുത്ത് കയ്യിലേക്ക് ഒഴിച്ചിട്ട് കൊറോണ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് സാനിറ്റൈസർ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്ത് കൈ ഇങ്ങനെ സാനിറ്റൈസറൊക്കെ വെച്ച് നല്ലപോലെ നമ്മൾ കൈ ഇങ്ങനെ കഴുകി വേണ്ട രീതിയിലൊക്കെ കൈ കഴുകി ആ കൈ കഴുകിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ 100 എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ 100 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് മെഷർമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ മെഷർമെന്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സാറ്റിസ്ഫാക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അങ്ങനെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന സിദ്ധാന്തമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആ സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയും. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ യൂട്ടിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഓർഡിനൽ യൂട്ടിലിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ യൂട്ടിലിറ്റി നമ്മൾ എന്ത് ചെയ്യില്ല, അളന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ മെഷർമെന്റ് ചെയ്തല്ല പറയുന്നത്. പകരം എങ്ങനെ പറയും, ഓർഡിനൽ യൂട്ടിലിറ്റിയെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ, റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിട്ടപ്പെടുന്നത്. ഓക്കെ, പിടിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗം ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന്. യൂട്ടിലിറ്റി അപ്രോച്ച്. അപ്പൊ ഓർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തം എന്നാണ് നമ്മൾ പറയുന്നത്. ഓർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തം എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഓർഡിനൽ ഉപയുക്തതാ സിദ്ധാന്തം
J.R. ഹിഗ്സ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രകാരനാണ് കൊണ്ടുവന്നത്. J.R. ഹിഗ്സ്. ഓക്കെ. അപ്പൊ J.R. ഹിഗ്സ് എന്ന സാമ്പത്തിക ശാസ്ത്രകാരനാണ് ഏത് കൊണ്ടുവന്നത്? ഓർഡിനൽ ഉപയുക്തത സിദ്ധാന്തം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത്. കാർഡിനൽ ഉപയുക്തത സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷലാണ് കൊണ്ടുവന്നത്. അപ്പൊ കാർഡിനൽ ഉപയുക്തത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർമെന്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഓർഡിനൽ ഉപയുക്തത സിദ്ധാന്തത്തിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ആരാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്? J.R. ഹിഗ്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരനാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മളൊരു കൺസംഷൻ ബണ്ടിൽ എടുക്കുകയാണ്. എന്തിനാണ് കൺസംഷൻ ബണ്ടിൽ എന്നറിയോ? കൺസംഷൻ ബണ്ടിൽ ബോർഡിൽ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചു നോക്കുക. കൺസംഷൻ ബണ്ടിൽ, BUNDL. എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ മാർക്കറ്റിലേക്ക് പോയി ഒരുപാട് സാധനങ്ങൾ മേടിക്കുകയാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് 1, അടുത്ത ഗുഡ് 2, അങ്ങനെ പോയി ഗുഡ് ഏത് വരെ അയാൾ വാങ്ങുന്നു? ഗുഡ് N വരെ വാങ്ങുന്നു. ഒരു കൺസ്യൂമർ മാർക്കറ്റിലേക്ക് പോയി അയാൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു. എല്ലാം നമുക്ക് പറയേണ്ട, എല്ലാ കാര്യങ്ങളും മേടിക്കുന്ന എല്ലാ സാധനത്തെ കുറിച്ച് നമുക്ക് പറയേണ്ട, പകരം ഏതൊക്കെ പറയാം? ഉദാഹരണത്തിന് നമുക്ക് ഏതൊക്കെ എടുക്കാം? ഗുഡ് 1ഉം ഗുഡ് 2ഉം എടുക്കാം. അപ്പൊ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ? എ കൺസ്യൂമർ പർച്ചേസ് മെനി കമ്മോഡിറ്റീസ് ഫ്രം ദി മാർക്കറ്റ്. എക്സാമ്പിൾ ഗുഡ് X1, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. The collection of these goods are called consumption bundle. ഒരു കൺസ്യൂമർ മാർക്കറ്റിൽ നിന്നും അനേകം സാധനങ്ങൾ വാങ്ങുന്നു. ഉദാഹരണമായി ഗുഡ് 1, ഗുഡ് 2. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൺസംഷൻ ബണ്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിടിയോ? അപ്പൊ ഇതാണ് ഒരു കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അതൊരു സാധനങ്ങൾ വെച്ച് പറയേണ്ടതാണ്. അപ്പൊ ആ സാധനം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കൺസംഷൻ ബണ്ടിൽ ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം, ബോർഡിൽ വരച്ച് കാണിക്കാം. അപ്പൊ അതാ ഇതൊരു 2 ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്ന ഒരു പാത്രമാണെന്ന് സങ്കല്പിക്കുക. പിടിക്കുക? അപ്പൊ ഈ ഇതില് ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്നതില് ഇതില് 3 ടൊമാറ്റോ, 1 എഗ്. അപ്പൊ 3 ടൊമാറ്റോ എന്തിനാണ്? തക്കാളി. 3 തക്കാളിയും 1 മുട്ടയും ഇരിക്കുകയാണ് ഒരു ബണ്ടിൽ. അടുത്തതില് 2 ടൊമാറ്റോയും 2 എഗ്. ഓക്കെ. അപ്പൊ എന്തിനാണ് പറഞ്ഞത്? ഒരു കൺസംഷൻ ബണ്ടിൽ നമ്മൾ പറയാണ്. കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ വിപണിയിൽ നിന്ന് അനേകം സാധനങ്ങൾ വാങ്ങുന്നു, അല്ലെ? ഉദാഹരണമായിട്ട് ഗുഡ് 1, ഗുഡ് 2. ഈ ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. പിടിയോ? അങ്ങനെ ഒരു കൺസംഷൻ ബണ്ടിലാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കൺസംഷൻ ബണ്ടില് ഒന്നാമത്തെ ബണ്ടിലിനകത്ത് എത്ര ഉൽപ്പന്നങ്ങൾ വന്നിരിക്കുന്നു? 2 ഉൽപ്പന്നങ്ങളാണ്, അല്ലെ? 2 ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഏതൊക്കെ? ടൊമാറ്റോയും വന്നു, പിന്നെ ഇത് വന്നു, എഗ്ഗും വന്നു. അപ്പൊ ഒന്നാമത്തെ ബണ്ടിൽ എത്ര ടൊമാറ്റോ ഉണ്ട്? 3 ടൊമാറ്റോ ഉണ്ട്. എത്ര എഗ് ഉണ്ട്? 1 എഗ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ബണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ബണ്ടിൽ എത്ര ടൊമാറ്റോ ഉള്ളത്? 2 ടൊമാറ്റോ ഉണ്ട്. എത്ര എഗ് ഉണ്ട്? 2 എഗ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ 3 ടൊമാറ്റോയും 1 എഗ്ഗും ഉണ്ട്. രണ്ടാമത്തേൽ 2 ടൊമാറ്റോയും 2 എഗ്ഗും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബണ്ടിൽ ഒരു കൺസ്യൂമറിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇതിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായും ആ കൺസ്യൂമർ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഏത് ഉൽപ്പന്നമായിരിക്കും ആ കൺസ്യൂമർ സെലക്ട് ചെയ്യുന്നത്? ആദ്യത്തെയാണോ രണ്ടാമത്തെയാണോ? ഉറപ്പായും അയാൾ ഏതാണ് സെലക്ട് ചെയ്യുന്ന? രണ്ടാമത്തെ ബണ്ടിലാണ് സെലക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? ഏത് സെലക്ട് ചെയ്യില്ല?
ഒന്നാമത്തെ ബണ്ടിൽ അയാൾ സെലക്ട് ചെയ്യില്ല. മനസ്സിലായ? രണ്ട് ബണ്ടിലുകൾ, ഇതേപോലുള്ള രണ്ട് ബണ്ടിലുകൾ ഒരു കൺസ്യൂമറിന് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന് കൊടുത്തപ്പോൾ അയാൾ സെലക്ട് ചെയ്തത് ഏത് ബണ്ടിലാണ്? രണ്ടാമത്തെ ബണ്ടിലാണ് സെലക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 2 ടൊമാറ്റോയും 2 എഗ്ഗും ഉള്ള ഒരു ബണ്ടിലാണ് അയാൾ സെലക്ട് ചെയ്തത്. ഏതിനേക്കാൾ? 3 ടൊമാറ്റോയും 1 എഗ്ഗും ഉള്ള ബണ്ടിലിനേക്കാൾ അദ്ദേഹം സെലക്ട് ചെയ്ത് ഇതാണ്. ശരിയല്ലേ? അപ്പൊ ഇത് സെലക്ട് ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇവിടെ 3 ടൊമാറ്റോയും 1 എഗ്ഗും ഉണ്ടായിരുന്നതിനേക്കാൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടും ഏതെടുത്തു കഴിഞ്ഞാൽ 2 ടൊമാറ്റോയും 2 എഗ്ഗും ഉള്ള ഒരു ബണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ. ശരിയല്ലേ? ഇങ്ങനെ ഒരു കൺസ്യൂമർ ഒരു പ്രിഫറൻസ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടും. ഇതെന്ന് പറയും മോണോടോണിക് പ്രിഫറൻസ്. ശ്രദ്ധിക്കുക സ്പെല്ലിംഗ് ഒക്കെ. മോണോടോണിക് പ്രിഫറൻസ്. ഓക്കെ. അപ്പൊ എന്താണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാല്? ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന് കിട്ടുന്ന ബണ്ടിലുകളെ പരസ്പരം താരതമ്യപ്പെടുത്തിയിട്ട് ഒരു ഉൽപ്പന്നമെങ്കിലും അധികം കിട്ടുകയും മറ്റൊന്നിനെ അപേക്ഷിച്ച് കുറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബണ്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കൺസ്യൂമർ സെലക്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളെ അറിയപ്പെടുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇഫ് എ കൺസ്യൂമർ സെലക്ട് എനി 2 ബണ്ടിൽസ്, ദ കൺസ്യൂമർ കമ്പയർ ഈച്ച് ബണ്ടിൽ. ഓരോ ബണ്ടിലുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ടോ ഹി സെലക്ട് അറ്റ്ലീസ്റ്റ് മോർ ഈസ് അല്ലെങ്കിൽ ഹി ഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 ഗുഡ് ഈസ് മോർ ഓഫ് നോട്ട് ലെസ് ദാൻ ദി അതർ ഓഫ്. ഒരു ഗുഡെങ്കിലും അധികം കിട്ടുകയും ഒന്ന് കുറഞ്ഞു പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു ബണ്ടിൽ ആര് സെലക്ട് ചെയ്യും? ഒരു കൺസ്യൂമർ സെലക്ട് ചെയ്യും. അങ്ങനെ ഒരു കൺസ്യൂമർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സെലക്ഷൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ്. മലയാളത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഏകദാനമായ മുൻഗണന എന്ന പേരിൽ അറിയപ്പെടും. ഇതെന്നറിയപ്പെടും ഏകദാനമായ മുൻഗണന എന്ന പേരിൽ അറിയപ്പെടും. എന്ന് പറഞ്ഞ കാര്യങ്ങള് നമ്മൾ എന്തിനാണ് പറഞ്ഞത്? കാർഡിനൽ യൂട്ടിലിറ്റിയുടെ പോരായ്മ പറഞ്ഞു, ലിമിറ്റേഷൻ പറഞ്ഞു. എന്തിനാണ്? യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കാൻ കഴിയും. അതാണ് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ പോരായ്മയായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ആ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ പോരായ്മ വന്നപ്പോഴാണ് ആ സ്ഥലത്ത് യൂട്ടിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതായത് കൺസംഷൻ ബണ്ടിലുകളെ അളക്കാൻ കഴിയാതെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് യൂട്ടിലിറ്റി അളക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ പേരാണ് ഓർഡിനൽ ഉപയുക്തത സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ സിദ്ധാന്തം കൊണ്ടുവന്ന, ആ ആശയം കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രകാരന്റെ പേരെന്തിനാണ്? JR ഹിക്സ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രകാരനാണ് അത് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നമ്മളൊരു കൺസംഷൻ ബണ്ടിൽ പരിചയപ്പെടുത്തുന്നു. കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് വിപണിയിൽ നിന്നും അനേകം സാധനങ്ങൾ വാങ്ങുന്നു. ഉദാഹരണത്തിന് ഗുഡ് 1ഉം ഗുഡ് 2ഉം. ഈ 2 ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ. എ കൺസ്യൂമർ purchase many commodities from the market. Good example, good 1 and good 2. The collection of these goods are called consumption bundle. പിടിയിലോ? ഓക്കെ. ഇനി ഇങ്ങനെ ഒരു കൺസംഷൻ ബണ്ടില് നമ്മളൊരു ബണ്ടിൽ ഉണ്ടാക്കുകയാണ്. ഈ ബണ്ടില് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്നല്ല, ഇതൊരു എക്സാമ്പിൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബണ്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ബണ്ടിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ബണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? 3 ടൊമാറ്റോയും 1 എഗ്ഗും. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ തക്കാളി. 3 തക്കാളിയും 1 മുട്ടയും. അടുത്ത രണ്ടാമത്തെ ബണ്ടിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്ന? 2 തക്കാളിയും 2 എഗ്ഗും. ഇത് ഒരു കൺസ്യൂമറിന് കൊടുത്തിട്ട് ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ, അതായത് സ്വാഭാവികമായിട്ടും നമ്മളായാലും ഒരു കൺസ്യൂമറാണ്. അപ്പൊ ഈ ഒരു ബണ്ടിൽ നമ്മളെ കാണിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഏതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത് അല്ലെങ്കിൽ പരിഗണന നൽകുന്നത്? 2 ടൊമാറ്റോ 2 എഗ്ഗുള്ള ബണ്ടിലിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത്. ശരിയല്ലേ? ഏതിനേക്കാൾ? 3 ടൊമാറ്റോയും 1 എഗ്ഗും ഉള്ള ബണ്ടിലിനേക്കാൾ കൂടുതൽ ഇതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൺസ്യൂമർ തിരഞ്ഞെടുപ്പിന് വിധേയമാകുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രിഫറൻസുകളെ നമ്മൾ ഒരു പേര് വിളിക്കും. ആ പേര് എന്തിനാണ്?
മോണോടോണിക് പ്രിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ മോണോടോണിക് പ്രിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഇഫ് എ കൺസ്യൂമർ സെലക്ട് എനി കമ്മോഡിറ്റീസ് he select the commodity with the at least more of and not less than the other of. കൂടുതൽ കിട്ടുന്ന ഒന്നായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, ഒന്ന് കുറഞ്ഞു പോകാതിരിക്കുകയും നോക്കും. അതായത് രണ്ട് ഉൽപ്പന്നങ്ങൾ പരസ്പരം താരതമ്യപ്പെടുത്തിയിട്ട് അതിൽ പരമാവധി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടാകുന്ന ഒരു ബണ്ടിലായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തെരഞ്ഞ് എടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറയുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ അത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്കാണ് വരേണ്ടത്. ശ്രദ്ധിക്കുക. ഇനി വേറൊരു ബണ്ടിൽ നമ്മൾ നോക്കേണ്ട വേറൊരു ബണ്ടിൽ. ഇതില് രണ്ട് കുട്ടികളില് ഇപ്പൊ രണ്ട് യൂണിബിക്, ഒരു മഞ്ച്. ഇതില് രണ്ട് മഞ്ച്, ഒരു യൂണിബിക്. ഓക്കെ, അപ്പൊ ഈ ബണ്ടിൽ നോക്കൂ. അപ്പൊ ഇവിടെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ബണ്ടിലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബണ്ടിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം എത്ര ഉൽപ്പന്നങ്ങളാണെന്ന് നോക്കൂ. ഇവിടെ മൊത്തം 2, 1, 3. ഇവിടെയും 2, 1, 3. അപ്പൊ ഉൽപ്പന്നങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കൂ. 2 യൂണിബിക് ബിസ്ക്കറ്റ്. യൂണിബിക് എന്ന് പറയുന്ന ബിസ്ക്കറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കേസാണ്. അപ്പൊ 2 യൂണിബിക്കിന്റെ ബിസ്ക്കറ്റ് ഇരിക്കുന്നു, ഒരു മഞ്ചും ഇരിക്കുന്നു. ഇവിടെയാണെങ്കിലോ 2 മഞ്ചും ഇരിക്കുന്നു, ഒരു യൂണിബിക്കും ഇരിക്കുന്നു. ഇങ്ങനെ ഒരു ബണ്ടിൽ ഒരു കൺസ്യൂമറിന്റെ അടുത്ത് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ ഇതിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? അയാള് ഈ 2 ബണ്ടിലുകളിൽ പരസ്പരം താരതമ്യപ്പെടുത്തി കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു ബണ്ടിലായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു ബണ്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഈ 2, 1 എന്ന് പറയുന്ന ഈ ബണ്ടിൽ തിരഞ്ഞെടുത്താലും ഇവിടുത്തെ 2, 1 എന്ന് പറയുന്ന ഈ ബണ്ടിൽ തിരഞ്ഞെടുത്താലും അദ്ദേഹത്തെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരേപോലെയാണ്. പറഞ്ഞ മനസ്സിലായോ? അദ്ദേഹത്തിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? ഒരേപോലെയാണ്. ഇവിടത്തെ തിരഞ്ഞെടുത്താലും ഇത് തിരഞ്ഞെടുത്താലും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബണ്ടിലുകളെ നമ്മളൊരു പേര് പറയും. ഇതിന്റെ പേരാണ് ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയും. ഇതിലാണ് അല്ലെങ്കിൽ ഇൻഡിഫറന്റ് ബണ്ടിൽ. ഇൻഡിഫറന്റ് ബണ്ടിൽ കിട്ടിയോ? അപ്പൊ എന്തിനാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് ഒരു ബണ്ടിൽ അവന്റെ മുന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബണ്ടിലില് ആ കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാകുന്ന ഒരു ബണ്ടിലായിരിക്കും അയാൾ തിരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആ ബണ്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബണ്ടിൽ അയാൾ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ ആ പ്രിഫറൻസിനെ അറിയപ്പെടുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. അതേപോലുള്ള ഒരു ബണ്ടിൽ നമുക്ക് ഇവിടെ തന്നിട്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ ഒരു കൺസ്യൂമറിന്റെ അടുത്ത് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബണ്ടിൽ അയാൾ കാണുന്നത് എന്താണ്? 2 യൂണിബിക്കും ഒരു മഞ്ചും. ഇവിടെയോ 2 മഞ്ചും ഒരു യൂണിബിക്കും. ഇങ്ങനെ ഒരു ബണ്ടിൽ അയാൾക്ക് അടുത്ത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് ബണ്ടിൽ വേണമെങ്കിലും അയാൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്താൽ അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ സംതൃപ്തി എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ഈ ബണ്ടിൽ തിരഞ്ഞെടുത്താലും ഈ ബണ്ടിൽ തിരഞ്ഞെടുത്താലും ഒരേ തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെങ്കിൽ സംതൃപ്തിയാണ് ആ കൺസ്യൂമറിന് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനുകളെ അല്ലെങ്കിൽ സംതൃപ്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് ബണ്ടിൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബണ്ടിലുകളെ അറിയപ്പെടുന്ന പേരാണ് ഇൻഡിഫറന്റ് ബണ്ടിൽ. ഇവിടെ ഡിഫറൻസ് ഉണ്ടാ? വ്യത്യാസം ഉണ്ടാ? ഇല്ല, വ്യത്യാസം ഇല്ല. കാര്യം എന്താ? ഈ ബണ്ടിലായാലും ഈ ബണ്ടിൽ തിരഞ്ഞെടുത്താലും ആ കൺസ്യൂമറിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല.
അപ്പൊ അതുകൊണ്ട് ഇതിനെ വ്യത്യാസമില്ലാത്ത ബണ്ടിലുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ പേരെന്താണ്? ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ കിട്ടിയോ? ഇനി ഞാനൊരു ഇൻഡിഫറന്റ് ബണ്ടിൽ അതിന്റെ ഒരു ചാർട്ട് നിങ്ങളെ കാണിക്കാം. അവിടെ നോക്കൂ. ഇൻഡിഫറന്റ് ബണ്ടിലിന്റെ ഒരു ചാർട്ട് കാണിക്കുകയാണ്. ഈ ചാർട്ടില് ഒന്നാമത്തെ കോമ്പിനേഷൻ കോമ്പിനേഷന്റെ കോളം എ ബി സി ഡി ഇ ഇങ്ങനെ തന്നെ. അടുത്ത കോളത്തില് മാംഗോ, അടുത്ത കോളത്തില് ഓറഞ്ച്. ഓക്കെ. അപ്പൊ മാംഗോ നമുക്ക് തന്നിരിക്കുന്ന 1 2 3 4 5. ഈ ഓറഞ്ചിന്റെ കോമ്പിനേഷൻ ആ കോളത്തിൽ തന്നിരിക്കുന്ന 14 9 6 4 3. അപ്പൊ ഈ ടേബിൾ ഒന്ന് നോക്കൂ. അപ്പൊ ഈ ടേബിള് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കൺസ്യൂമർ 2 ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒന്നെന്തിനാണ്? മാംഗോയും അടുത്ത ഏതാണ്? ഓറഞ്ച്. മാംഗോ അയാൾ 1 2 3 4 5 എന്നുള്ള ക്രമത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഓറഞ്ച് അയാൾ ഏത് ക്രമത്തിൽ ഉപയോഗിക്കണം? 14 9 6 4 3 എന്നുള്ള ക്രമത്തിൽ ഉപയോഗിക്കാം. പിടികിട്ടിയോ? അപ്പൊ ഇവിടെ നമ്മള് ഇതിനെ വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രാം വരച്ച് നോക്കൂ. ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ. ഈ ഡയഗ്രത്തില് ഈ ഭാഗത്ത് നമ്മള് മാംഗോ അടയാളപ്പെടുത്തും, ഇവിടെ നമ്മള് ഓറഞ്ച് അടയാളപ്പെടുത്തും. മാംഗോയിൽ എങ്ങനെയാണ്? മാംഗോയിൽ ഇതാ നോക്കൂ. 1 2 3 4 5 ചെറിയല്ലേ ഉള്ളൂ അടയാളപ്പെടുത്തും. മുകളിലോട്ട് നമുക്ക് 14 വരെയാണുള്ളത്. അപ്പൊ നമുക്ക് 2 4 നേരത്തെ അടയാളപ്പെടുത്തും. 2 4 6 8 10 12 അടയാളപ്പെടുത്തിയിട്ട് നമ്മള് വരച്ച് നോക്കുക. നോക്കൂ. ബണ്ടിൽ കൺസംഷനെ മാംഗോ എത്രയാണ്? 1. അപ്പൊ 1 വെച്ചുകൊണ്ട് ഓറഞ്ച് എത്രയാണ്? 14. അപ്പൊ 1 വെച്ചുകൊണ്ട് നേരെ മുകളിലോട്ട് 14 അടയാളപ്പെടുത്തുക. കണ്ടോ? അടുത്ത 2 വെച്ചുകൊണ്ട് എത്ര അടയാളപ്പെടുത്തുന്നു? 9. അപ്പൊ 2 വെച്ചുകൊണ്ട് 9 രേഖപ്പെടുത്തുമ്പോഴത്തേക്ക് ഏകദേശം 3 എത്ര? 3 6. 4 എത്ര? 4 4. 5 എത്ര? 3. 5 അപ്പൊ ഈ പോയിന്റുകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നോക്കുക. അപ്പൊ യോജിപ്പിച്ച് നോക്കാൻ മതി. അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ച് നമ്മൾ ഒരു കർവ് കിട്ടി അല്ലേ? ഈ പോയിന്റ് ഏതാണ്? എ, ഈ പോയിന്റ് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. കണ്ട? അപ്പൊ ഇങ്ങനെ ഒരു കർവ് കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു കർവ് കിട്ടിയാൽ ഈ കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. ഇൻഡിഫറൻസ് കർവ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ കർവിനെ വിളിക്കുന്ന പേരെന്തിനാണ്? ഇൻഡിഫറൻസ് കർവ്. മലയാളത്തിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് നിസ്സംഗതാ വക്രം. എന്താണെന്ന് പറയും? നിസ്സംഗതാ വക്രം. അപ്പൊ എന്താണ് നിസ്സംഗതാ വക്രം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇൻഡിഫറൻസ് കർവ് ഈസ് എ ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് കമ്മോഡിറ്റീസ് ഗെറ്റ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് വ്യത്യസ്ത കോമ്പിനേഷനിലുള്ള
ഉൽപ്പന്നങ്ങൾ ഒരു ഉപഭോക്താവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉപഭോക്താവിന് ഒരേ തരത്തിലുള്ള സംതൃപ്തി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന കർവുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് പറയാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേബിളാണ്. ഈ ടേബിളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം. ഈ പ്രധാനപ്പെട്ട ടേബിള് നോട്ട് ചെയ്ത് വെച്ചോണം. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു റെസ്പോൺസ് തന്നെ ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നോക്കൂ. അപ്പൊ ഈ കർവിനെ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ നമ്മൾ പറഞ്ഞത് ഇൻഡിഫറന്റ് ബണ്ടിലിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസ്യൂമർ ചില ബണ്ടിലുകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മോണോടോണിക് പ്രിഫറൻസ് അനുസരിച്ചാണ് ഒരു ബണ്ടിൽ സെലക്ട് ചെയ്യുന്നത്. എന്നാൽ ചില ബണ്ടിലുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ബണ്ടിലിൽ നിന്നും അദ്ദേഹത്തിന് ഒരേ തരത്തിലുള്ള സംതൃപ്തിയാണ് കിട്ടുന്നത്, ഒരേ തരത്തിലുള്ള തൃപ്തിയാണ് കിട്ടുന്നത് എങ്കിൽ ആ ബണ്ടിലിനെ ഇൻഡിഫറന്റ് ബണ്ടിൽ എന്ന് പറയുന്നു. ആ ഇൻഡിഫറന്റ് ബണ്ടിലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഒരു ടേബിളും കർവും വരച്ചു. മനസ്സിലായില്ലേ? ആ ടേബിളിൽ നിന്ന് നമ്മൾ വരച്ചെടുത്ത കർവിനെ പറയുന്ന പേരാണ് എന്നത് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇതാ ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ ഇൻഡിഫറൻസ് കർവ് നമ്മളിവിടെ വരച്ചപ്പോ ഈ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ചരിഞ്ഞ് വരികയാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ചരിഞ്ഞ് വരികയാണ്. അപ്പൊ നമ്മളിതാ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചുള്ള ഈ ഭാഗം ഓറഞ്ച് നമ്പർ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? 14, 9, 6, 4, 3. ഓക്കെ. അപ്പൊ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോ നോക്ക്. ഇതില് ഒരു മാംഗോ ഒരു യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് ആയിട്ട് അദ്ദേഹം വർദ്ധിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക. 1ൽ നിന്ന് 2 ആയിട്ട് മാംഗോയുടെ കൺസംഷൻ അയാൾ വർദ്ധിപ്പിക്കുകയാണ്. 2 യൂണിറ്റ് അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായെങ്കിൽ അപ്പൊ ഇവിടെ നിന്ന് എത്ര വന്നു? 14ൽ നിന്ന് എത്രയിലേക്കാണ് വന്നിരിക്കുന്നത്? 9ലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ കിട്ടും? ഇവിടെ 14ൽ നിന്ന് 9ലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എത്രയാണ്? 5. അപ്പൊ 5:, ഇവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എത്രയാണ്? 1. അപ്പൊ 5:1 കിട്ടും. ഇവിടെ കിട്ടിയാണ്. ഇനി ഇതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം നോക്കാം. എത്രയാണ്? 9ൽ നിന്ന് 6ലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എത്ര കുറഞ്ഞു? 6, 3, 9. 3ന്റെ വ്യത്യാസം. അപ്പൊ 3:, ഇവിടെ എത്രയുടെ വ്യത്യാസം നോക്ക്? 1. ഇവിടെ കിട്ടിയാണ്. ഇവിടെ 6ൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? 4ൽ വന്നിരിക്കുന്നു. അപ്പൊ എത്രയാണ് വ്യത്യാസം? 2. അപ്പൊ 2:, ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എത്രയാണ്? 1. ഓക്കെ. അടുത്ത ഇവിടെ നിന്ന് എത്ര വന്നിരിക്കുന്നത്? 1. അപ്പൊ 1:, ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 1. കണ്ടോ? അപ്പൊ ഒരു കൺസ്യൂമർ ഇങ്ങനെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ആ കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺസ്യൂമറിന്റെ ഈ സാറ്റിസ്ഫാക്ഷനെ നമ്മളൊരു പേര് പറഞ്ഞു. ഇതിന്റെ പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തെന്ന് പറയും? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മള് MRS എന്ന് പറയും. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് മലയാളത്തിൽ പറയും നമ്മൾ. സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. അപ്പൊ എന്താണ് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു യൂണിറ്റ് ഗുഡ്, അതായത് സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറഞ്ഞാൽ the rate between two goods.
രണ്ട് ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള റേറ്റിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സീമാന്ത പ്രതിസ്ഥാപന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് ഇങ്ങനെയാണ്: രണ്ട് ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള നിരക്കിനെ വിളിക്കുന്ന പേരാണ് MRS അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാര്യം പിടികിട്ടിയോ? ഇനി നോക്കൂ, ഈ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇവിടെ നോക്കൂ, ആദ്യം എത്രയാണ്? 5 ആയിരുന്നു, പിന്നീട് 3 ആയി, 2 ആയി, 1 ആയി. അപ്പൊ ഇത് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടും. ഇതിനെന്ന് പറയും ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം മറ്റേ നമ്മൾ പ്ലസ് വണ്ണില് പഠിച്ചതുപോലെയൊന്നും അല്ല. പ്ലസ് വണ്ണിൽ പഠിച്ചതുപോലെ ഇന്ത്യൻ എക്കണോമിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഇതിന് കട്ടിയുള്ള കേസാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് മേടിച്ചിട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കാനേ നമുക്ക് പറ്റും. ഇത് വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇതെന്തിനാണെന്ന് കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യാതൊരു ഐഡിയയും പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ ഒരു സബ്ജക്ട് അനുഭവപ്പെടും. പൊതുവിൽ സെക്കൻഡ് ഇയർ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ എക്കണോമിക്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി കട്ടി കൂടുതലാണ്. കാര്യം അങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാ നോക്കൂ, നമ്മളെന്താ പറഞ്ഞ ഇൻഡിഫറൻസ് കർവിൽ നിന്നും. അപ്പൊ ഇൻഡിഫറൻസ് കർവിൽ നിന്നുമാണ് നമ്മൾ എന്ത് വരച്ചത്? അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മള് ഒരു ഇൻഡിഫറൻസ് ബണ്ടിൽ നമ്മൾ ഉണ്ടാക്കി. ആ ഇൻഡിഫറൻസ് ബണ്ടിൽ നിന്ന് നമ്മളൊരു കോളം ഉണ്ടാക്കി. ആ കോളത്തിൽ കോമ്പിനേഷൻ രണ്ട് ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്തു, മാംഗോയും ഓറഞ്ചും എടുത്തു. അപ്പൊ കോമ്പിനേഷൻ ABCD എന്നുള്ള രീതിയിൽ കൂടുന്നു. മാംഗോയുടെ കൺസംഷൻ ഒരു കൺസ്യൂമർ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൺസ്യൂമറിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹം 1, 2, 3, 4, 5 എന്നുള്ള ക്രമത്തിൽ റാങ്ക് ചെയ്യപ്പെടുന്നു. ഓക്കെ, അടുത്ത ഓറഞ്ചിൽ നിന്ന് 14, 9, 6, 4, 3 എന്നുള്ള ക്രമത്തിൽ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളിതാ ഒരു കർവ് വരച്ചു. അതാണ് പുറത്തോട്ട് കാണിച്ചിരിക്കുന്നത്. ഈ കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതെന്ന് പറയും ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം എന്ന് പറയും. അപ്പൊ നിസ്സംഗതാ വക്രത്തിൽ ഇവിടെ വെച്ച് നമുക്കൊരു നിർവചനം ഉണ്ടാക്കാം. എന്തിനാണ്? ഇൻഡിഫറൻസ് കർവ് ഈസ് ദ ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് കമ്മോഡിറ്റീസ് ഗെറ്റ് ഇൻ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഉപഭോക്താവ് വ്യത്യസ്ത വിഭാഗത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഒരേ തരത്തിലുള്ള സംതൃപ്തിയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞതിനാണ് ഈ കർവില് നമ്മളിതാ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? അതായത് ഒരു യൂണിറ്റ് എന്ത് കിട്ടാൻ? മാംഗോ കിട്ടാൻ 5 യൂണിറ്റ് ഓറഞ്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്തു, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു. അടുത്തതോ 1 യൂണിറ്റ് മാംഗോ അധികമായി കിട്ടാൻ 3 യൂണിറ്റ് ഓറഞ്ച് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. ഇവിടെയോ 1 യൂണിറ്റ് മാംഗോ അധികമായി കിട്ടാൻ 2 യൂണിറ്റ് ഓറഞ്ച് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു. അടുത്തല്ലോ 1 യൂണിറ്റ് മാംഗോ അധികമായി കിട്ടാൻ 1 യൂണിറ്റ് ഓറഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ നമ്മളെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ ഓരോ യൂണിറ്റിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ആ കുറയ്ക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടാകാം. എന്താണ്? ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ 2 ഗുഡ്സ്. അതായത് 2 ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള പ്രതിസ്ഥാപന നിരക്കിനെ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള
നിരക്കിനെ അറിയപ്പെടുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാ നോക്കൂ, ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈ കോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിടികിട്ടിയോ? അപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസ്ഥാപന നിരക്കെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസ്ഥാപന നിരക്കെന്നതിനെ മലയാളത്തിൽ വിളിക്കും. പിടികിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ലിമിറ്റേഷൻ പറഞ്ഞു. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ലിമിറ്റേഷൻ എന്തിനാണ്? യൂട്ടിലിറ്റി കനോട്ട് ബി അപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ പറ്റും. അതാണ് യൂട്ടിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്ന പോയിന്റുകൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ഒരു പോരായ്മ എന്താണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിനൽ യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കാൻ സാധിക്കും. ഒന്നാമത്തെ അതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു കൺസ്യൂമറിന് ഒരു ബണ്ടിൽ കിട്ടുന്നത്, ആ കിട്ടുന്ന ബണ്ടിലിനെ നമ്മൾ വിളിച്ച പേരാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ കൺസംഷൻ ബണ്ടിലിന് ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എന്തിനാണ്? ഒരു കൺസ്യൂമർ വിപണിയിൽ നിന്നും അനേക സാധനങ്ങൾ വാങ്ങുന്നു. ഉദാഹരണത്തിന് ഗുഡ് 1, ഗുഡ് 2 ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തെ വിളിച്ച പേരാണ് കൺസംഷൻ ബണ്ടിൽ. അപ്പൊ ഒരു കൺസ്യൂമറിന്റെ മുമ്പിൽ ഒരു കൺസംഷൻ ബണ്ടിൽ കിട്ടിയാൽ ആ കൺസ്യൂമർ എന്ത് ചെയ്യും? അതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു ബണ്ടിലായിരിക്കും ആ കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു കൺസ്യൂമർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെലക്ഷനുകളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൺസംഷൻ. ഇത്തരത്തിലുള്ള സെലക്ഷനുകളെ പറയുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു കൺസ്യൂമർ മോണോടോണിക് പ്രിഫറൻസിൽ എത്തിയെന്നുള്ളത് നമ്മൾ ആ ബണ്ടിലൂടെ കണ്ട കാര്യമാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ ഒരു കൺസ്യൂമറിന്റെ അടുത്ത് ബണ്ടിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബണ്ടിലുകൾ അദ്ദേഹം സെലക്ട് ചെയ്താലും അദ്ദേഹത്തിന് ഒരേ തരത്തിലുള്ള എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള അദ്ദേഹം ബണ്ടിൽ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരേ തരത്തിലുള്ള ബണ്ടിലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ബണ്ടിലുകളെ വിളിക്കുന്ന പേരാണ് എന്തിനാണ്? ഇൻഡിഫറന്റ് ബണ്ടിലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിടികിട്ടിയോ? ഇനി പിന്നെ നമ്മൾ പറഞ്ഞ എന്തിനാണ്? ആ ഇൻഡിഫറന്റ് ബണ്ടിലില് ഒരു ടേബിളാണ് നമ്മൾ കണ്ട് ഈ കാണിച്ചിരിക്കുന്നത്. ആ ടേബിളിൽ നമ്മൾ കോമ്പിനേഷൻസും പറഞ്ഞു. മാംഗോ, ഓറഞ്ച് ഒരു കൺസ്യൂമർ ഉപയോഗിക്കുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ. അപ്പൊ ആ ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് കർവ് വരച്ചു. കർവ് വരച്ചപ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് കർവ് കിട്ടിയത്? ഇടതു നിന്നും വലതേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു കർവ് കിട്ടി. ഈ കർവിനെ നമ്മൾ വിളിച്ച പേരെന്തിനാണ്? ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതെടുത്ത് പറയുന്നു ഇൻഡിഫറൻസ് കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എ കൺസ്യൂമർ ഗെറ്റ് മോർ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഇഫ് എ കൺസ്യൂമർ, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞ ഇൻഡിഫറൻസ് കർവ് ഇസ് ദ ലോക്കസ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് കമ്മോഡിറ്റീസ് പ്രൊവൈഡ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു ഉപഭോക്താവിന് ഒരേ തരത്തിലുള്ള സംതൃപ്തികൾ ഉളവാക്കുന്ന കർവുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്. മലയാളത്തിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് നിസ്സംഗതാവക്രം. ഈ നിസ്സംഗതാവക്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഓരോ യൂണിറ്റ് ഗുഡിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അടുത്ത യൂണിറ്റ് ഗുഡ് എന്ത് ചെയ്തിരിക്കുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു റേറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ റേറ്റിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ റേറ്റിന് നമ്മൾ അറിയപ്പെട്ടത്. അപ്പൊ അതിനെ നമ്മൾ ഷോർട്ട് ഫോം എന്തെന്ന് പറഞ്ഞ MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ സീമാന്ത പ്രതിസ്ഥാപന നിരക്കെന്ന് മലയാളത്തിൽ പറയും. അപ്പൊ എന്താണ് സീമാന്ത പ്രതിസ്ഥാപന നിരക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള നിരക്കിലുണ്ടാകുന്ന, അല്ലെങ്കിൽ രണ്ട് ഉൽപ്പന്നങ്ങളുടെ നിരക്കിലുണ്ടാകുന്ന വ്യത്യാസത്തെ പറയുന്ന, അല്ലെങ്കിൽ അനുപാതത്തെ പറയുന്ന പേരാണ് സീമാന്ത പ്രതിസ്ഥാപന നിരക്കെന്ന് പറയുന്നത്. പക്ഷെ ആ ടേബിൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കേസ് എന്തിനാണ്? ഓരോ യൂണിറ്റുകളായിട്ട് ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അഥവാ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസ്ഥാപന നിരക്ക് എന്ന പേരിൽ നമ്മൾ ഇതിനെ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇത്തരം കാര്യങ്ങളൊന്ന് ക്ലിയർ ആയോ? എന്താ റെസ്പോൺസ് ചെയ്തേ?
ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? സംശയങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാര്യം പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. തിയറി ആയതുകൊണ്ട് നമുക്ക് അങ്ങ് കൈവിട്ട് എഴുതാൻ പറ്റത്തില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പോയിന്റുകൾ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ഓക്കെ, ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ് നമ്മൾ അടുത്ത് ഇനി പഠിക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ. ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ നോക്കൂ, ഒന്നാമത് നമ്മൾ കണ്ട ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെയല്ലേ ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ ഫീച്ചർ എന്നോ പ്രോപ്പർട്ടി എന്നോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എല്ലാം ഇത് എന്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഓൾ ഇൻഡിഫറൻസ് കർവ്സ് ആർ സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എല്ലാ ഇൻഡിഫറൻസ് കർവുകളും ലെഫ്റ്റിൽ നിന്നും, ഇതല്ലേ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് ചെയ്യുന്ന കർവുകളാണ്. മീൻസ് എന്താണ്? എല്ലാ ഇൻഡിഫറൻസ് കർവുകളും ഇടത് നിന്നും വലതേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടി അതാണ്. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തിനാണ്? ഓൾ ഇൻഡിഫറൻസ് കർവ്സ് ആർ സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത് നിന്നും വലതേക്ക് ചരിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഇടത് നിന്നും വലതേക്ക് ചരിഞ്ഞിരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഒരു ഗുഡിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അടുത്ത ഗുഡിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ടേബിൾ കണ്ടില്ലേ? ടേബിളില് മാംഗോ 1, 2, 3, 4, 5, 6 എന്നുള്ള ക്രമത്തിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഓറഞ്ചിന്റെ കോളം എങ്ങനെ എന്ത് ചെയ്തു? 16, 9 ആ കണക്കിന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു ഗുഡിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അടുത്ത ഗുഡിൽ നിന്നും ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യുന്നത്? ഇടത് നിന്നും വലതേക്ക് ചരിഞ്ഞിരിക്കുന്നത്. നമ്പർ 1, ഒന്നാമത്തെ റീസൺ അതാണ്. പിടികിട്ടിയോ? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എല്ലാ നിസ്സംഗത വക്രങ്ങളും ഇടതു നിന്നും വലതേക്ക് ചരിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? ഒരു ഗുഡിൽ നിന്നും കിട്ടുന്ന കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി കിട്ടുമ്പോൾ അടുത്ത ഗുഡിൽ നിന്നുള്ള സംതൃപ്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറഞ്ഞുകൊണ്ടേ. പിടികിട്ടിയല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഈ ഇൻഡിഫറൻസ് കർവ് കണ്ടോ? ഈ ഇൻഡിഫറൻസ് കർവ് കണ്ടില്ലേ? ഓക്കെ, ഈ ഇൻഡിഫറൻസ് കർവുകൾ എന്ന് പറയുന്നത് ഇതിനൊരു പേരുണ്ട്. അതിന് ഇതിന്റെ സ്ലോപ്പിന് നമ്മളൊരു പേരുണ്ട്. അപ്പൊ ആ പേരെന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് എന്നാണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. കോൺവെക്സിന് അല്ലെങ്കിൽ കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും ഇൻഡിഫറൻസ് കർവ് കണ്ടത്. നമ്മൾ ഇതുപോലെ നേരത്തെ ഒരു ഷേപ്പ് പഠിച്ചില്ലേ? ഇതാണ്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന ഒരു ഷേപ്പ് പഠിച്ചില്ലേ? ഇങ്ങനെ ഒന്നാമത്തെ ചാപ്റ്ററിൽ. ഇത് കോൺവെക്സ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്തിനാണ്? കോൺകേവ് ആണ്. അപ്പൊ കോൺകേവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനാണ്? കോൺകേവ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയിരിക്കും? തിരിഞ്ഞിരിക്കും. കോൺവെക്സ് ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടതുവശത്ത് നിന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇൻഡിഫറൻസ് കർവുകൾ എങ്ങനെയുള്ളതാണ്? കോൺവെക്സ് ഷേപ്പാണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവുകള് കോൺവെക്സ് ഷേപ്പ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ലാ ഓഫ്
ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഇതിലാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും ഇൻഡിഫറൻസ് കർവിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ ഫീച്ചർ എന്തിനാണ്? ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതെന്തിനാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഒരു ഗുഡ് കൂടുതൽ കിട്ടുമ്പോൾ അതിൽ നിന്ന് അതായത് ഒരു ഗുഡിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അടുത്ത ഗുഡ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ത്യജിക്കേണ്ടി വരും. അപ്പൊ അതിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുള്ളത് കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവിൽ എന്ത് ചെയ്യുന്നത്? കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയാനുള്ള കാര്യം. ഇനി ചില സന്ദർഭങ്ങളിൽ ചില പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയോളാം. ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ പറയുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ. അപ്പൊ എല്ലാ ഇൻഡിഫറൻസ് കർവുകളും കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. അതിനുള്ള റീസൺ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നാൽ ചില ഗുഡുകൾ എന്ന് പറയുമ്പോൾ അത്തരം ഗുഡുകളെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. പൂർണ്ണമായും സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള ഉൽപ്പന്നങ്ങളിൽ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയുടെ സ്നേഹത്തിന്റെ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതാണ് അച്ഛന്റെ സ്നേഹം, അല്ലെ? അപ്പൊ അമ്മയുടെ സ്നേഹം പോലെ തന്നെയാണ് അച്ഛന്റെ സ്നേഹവും. അതാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളിൽ എന്താണ്? ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടുകളിൽ എന്ത് ചെയ്യില്ല? ഈ ഉൽപ്പന്നങ്ങൾ ഇതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതേ കോൺവെക്സ് ടു ദി ഒറിജിൻ തന്നെ കിട്ടണമെന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഗുഡ് ഞാൻ ഇവിടെ പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 10 റുപ്പി നോട്ടും 3 10 റുപ്പിയുടെ കോയിൻ, ഒരു 10 റുപ്പി നോട്ടും 3 10 റുപ്പിയുടെ കോയിൻ സങ്കല്പിക്കുക. അപ്പൊ നോട്ട് 10 രൂപയുടെ ഒരു നോട്ട്, പിന്നെ 10 രൂപയുടെ 3 കോയിൻ. മനസ്സിലായ? അപ്പൊ 10 രൂപയുടെ ഒരു നോട്ടും 10 രൂപയുടെ 3 കോയിൻ, 30 കോയിനല്ല 3 കോയിൻ. അപ്പൊ ഒരു കോയിൻ കൊടുത്ത് ഒരു കോയിൻ അയാള് വേറൊരാൾക്ക് കൊടുത്തിട്ട് 10 രൂപ മേടിച്ചു. മനസ്സിലായത്? ഒരു കോയിൻ കൊടുത്തിട്ട് അദ്ദേഹം 10 രൂപ മേടിച്ചപ്പോഴത്തേക്ക് അതെങ്ങനായി? 1:1 ആയി. ഇനി അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കി 2 കോയിനല്ലേ ഉള്ളൂ. ആ 2 കോയിനിൽ ഒരു കോയിനൂടെ കൊടുത്തിട്ട് അദ്ദേഹം 10 രൂപ മേടിച്ചു, 10 രൂപയുടെ നോട്ട് മേടിച്ചു എങ്കിൽ അതും എത്ര തന്നെ? 1:1 തന്നെ. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? ഒരു കോയിൻ കൂടെ ഉണ്ട്, 10 രൂപയുടെ ഒരു കോയിൻ കൂടെ ഉണ്ട്. അത് അദ്ദേഹത്തിന് വേണ്ട, അയാൾ അത് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഒരു 10 രൂപയും കൂടെ അയാൾ മേടിച്ചു എങ്കിൽ അതിന്റെ അനുപാതം എത്ര? 1:1 തന്നെ. അപ്പൊ അനുപാതത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒന്നിന് പെർഫെക്റ്റ് ആണ് മറ്റത്, ശരിയല്ലേ? അപ്പൊ എന്താ പറഞ്ഞാൽ എന്തിനാണ്? 10 രൂപയുടെ ഒരു കോയിൻ 10 രൂപയുടെ ഒരു നോട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, 10 രൂപയുടെ 3 കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ആ 3 കോയിനിൽ നിന്ന് ഒരു കോയിൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് ഒരു 10 രൂപ അയാൾ ഇങ്ങോട്ട് മേടിച്ചു. മേടിക്കുമ്പോ അദ്ദേഹത്തിന്റെ അനുപാതം എത്രയാണ്? 10:10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1:1. 10 രൂപ കോയിൻ കൊടുത്തിട്ട് 10 രൂപയുടെ നോട്ട് മേടിച്ചു. അപ്പൊ അത് തമ്മിലുള്ള അനുപാതം എത്രയാണ്? 10/10 1. അപ്പൊ 1:1. അദ്ദേഹത്തിന്റെ അനുപാതം എത്രയാണ്? 1 ആണ്. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തിനുണ്ട്? ഇനിയും 2 കോയിനുകളുണ്ട്. ആ 2 കോയിനിൽ നിന്ന് ഒരു കോയിന് കൂടെ അദ്ദേഹം ഒരു 10 രൂപ കോയിന് കൂടെ ഒരാൾക്ക് കൊടുത്തിട്ട് 10 രൂപയുടെ നോട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുപാതവും എത്ര തന്നെയാണ്? ആ 10 രൂപയുടെ അനുപാതം എത്ര തന്നെയാണ്? 1:1 തന്നെ. 1:1. അപ്പൊ അവിടെ അനുപാതം വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്. അതായത് നോട്ടിന് 10 രൂപയുടെ ഒരു നോട്ടിന്റെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് 10 രൂപയുടെ ഒരു കോയിൻ എന്ന് പറയുന്നത്. അത് കൊടുത്ത് വാങ്ങിയാല് കൊടുത്ത് മറ്റൊരു പൈസ മേടിച്ചാലും അദ്ദേഹത്തിന് ആ 10 രൂപ തന്നെ കിട്ടുന്നത്. അപ്പൊ അതാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ
ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്താവണമെന്നില്ല, കോൺവെക്സ് ഷേപ്പിലേക്ക് വരണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ ഇൻഡിഫറൻസ് കർവുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ഇൻഡിഫറൻസ് കർവുകളും എന്ത് ഷേപ്പാണ്? കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. അത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവാനുള്ള കാരണം എന്താണ്? ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു കുട്ടിയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി കൂടുന്നതിനനുസരിച്ച് അടുത്ത കുട്ടിയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമത്തെ പറയുന്ന പേരാണ് ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേ? അതുള്ളത് കൊണ്ടാണ് ഇതിന് കോൺവെക്സ് ടു ദി ഒറിജിൻ ആവാനുള്ള കാര്യം എന്നാ നമ്മൾ പറഞ്ഞത്. എന്നാൽ എല്ലായ്പ്പോഴും ഇൻഡിഫറൻസ് കർവുകൾ കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കണമെന്നില്ല. ചില കേസുകളിൽ അത് വ്യത്യാസം വരാം. അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ ഇവിടെ പറഞ്ഞ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു കേസ് പറഞ്ഞത്. അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പറയുന്നത് ഒന്നിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇപ്പൊ അച്ഛന്റെ സ്നേഹം, അതിന് അത്ര തന്നെ സ്നേഹമുണ്ട് ആർക്ക്? അമ്മയ്ക്കുമുണ്ട്. അപ്പൊ അച്ഛന്റെ സ്നേഹത്തിന് തുല്യമാണ് അമ്മയുടെ സ്നേഹം. അപ്പൊ രണ്ടുപേരുടെയും സ്നേഹം നമ്മൾ ഒരു റേഷ്യോ അനുപാതത്തിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അച്ഛന്റെ സ്നേഹം 10 യൂണിറ്റ് ആണ്, അമ്മയുടെ സ്നേഹം 10 യൂണിറ്റ് ആണ്. അപ്പൊ അതെടുത്ത് നമ്മള് അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടും? 10/10 ഈക്വൽ ടു 1. അപ്പൊ 1:1. മനസ്സിലായില്ലേ? 1/1 എന്ന് പറയുന്ന ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അതാണ് 10/10. ഈ 2 0 ക്യാൻസൽ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1:1 എന്ന് പറയുന്ന രീതിയിൽ കിട്ടും. ശരിയല്ലേ? അപ്പോ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾക്ക് ഏത് ആകൃതി വരില്ല? കോൺവെക്സിന്റെ ആകൃതി വരില്ല. അപ്പൊ ഇനി ഞാനൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. ആ ആക്ടിവിറ്റി നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ടേബിൾ ഞാൻ തരാം. ആ ടേബിൾ തന്നിട്ട് അതിൽ നിങ്ങളൊരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കണം. ഓക്കേണാ? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരും. ആ ടേബിൾ തന്നിട്ട് നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കണം. ഓക്കെ അല്ലേ? വരച്ച് കാണിക്കൂ. ഒന്ന് റെസ്പോൺസ് ചെയ്ത്. വരച്ച് കാണിക്കൂ. ഓക്കെ ആണെങ്കിലേ ഞാൻ തരുള്ളൂ, ആക്ടിവിറ്റി തരുള്ളൂ. യെസ്. ഓക്കെ. അപ്പൊ നോക്കൂ, എഴുതി വെച്ചോളൂ. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇൻഡിഫറൻസ് കർവ് ഈ രീതിക്കാണ് നമ്മൾ പറയുന്നത്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വരുമ്പോഴത്തേക്ക് അത് വ്യത്യാസം വരും. അപ്പൊ അത് എഴുതിക്കോളൂ. ഫസ്റ്റ് കോളം കോമ്പിനേഷൻ. എ ബി സി ഡി ഇ എഫ് കോമ്പിനേഷൻ. അടുത്ത കോളം ടെക്സ്റ്റ് 1 2 3 4 5 6. അടുത്ത കോളത്തിലെ ഗുഡ് വൈ 6 5 4. അപ്പൊ ഇതിന്റെ ഒരു വർക്ക്, ഇത് നിങ്ങൾക്ക് വർക്ക് ഏതാണ്? എല്ലാ ഇൻഡിഫറൻസ് കർവുകളും കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇൻഡിഫറൻസ് കർവുകൾക്ക് ആ കോൺവെക്സ് ടു ദി ഒറിജിൻ വരില്ല എന്നുള്ളതിന്റെ വേറൊരു സൂചന തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇതെല്ലാവരും നിങ്ങൾ വരച്ച് അയച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് തരും. അപ്പൊ ഇതില് കോമ്പിനേഷൻ ഒന്ന സ്ഥലത്ത് രണ്ടാമത്തെ ഗുഡ് എക്സ് ഗുഡ് വൈ. സാധാരണ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കോൺവെക്സ് ഷേപ്പാണ് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതുപോലുള്ള കോൺവെക്സ് ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ. ഇനി അടുത്തത് ശ്രദ്ധിക്കൂ. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തിനാണ്? ഇൻഡിഫറൻസ് കർവുകൾക്ക് ഡൗൺവേർഡ് ആകൃതിയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ഡൗൺവേർഡ് ആകൃതിയാണ്. അപ്പൊ അതിനുള്ള കാരണം എന്താണ്? ഒരു ഗുഡ് കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അടുത്ത ഗുഡിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു റീസൺ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ റീസൺ എന്താണ്? ഇൻഡിഫറൻസ് കർവുകളെല്ലാം തന്നെ കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള എഫക്ട് അല്ലെങ്കിൽ ആ കോൺവെക്സ് ടു ദി ഒറിജിനിലേക്ക് അതിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തിനാണ്? ലാ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസ്ഥാപന നിരക്ക് ആണ് അതിലേക്ക് വഴിതെളിക്കുന്നത്. എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളിലും ഈ കോൺവെക്സ് ടു ദി ഒറിജിൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത്തരത്തില് വ്യത്യാസമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ പറഞ്ഞ പേരാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കലും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതിന് നമ്മൾ ഉദാഹരണം പറയുന്നത് എന്തിനാണ്? അമ്മയുടെ സ്നേഹം പോലെ തന്നെയാണ് അച്ഛന്റെ സ്നേഹവും. രണ്ടുപേരും ഒരേ സ്നേഹം തന്നെയാണ്. അപ്പൊ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. പകരം ഇന്ന ആളിന്റെയാണ് കൂടുതലും ഇന്ന ആളുടെയാണ് കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഒരുപോലെ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ കയ്യില് 10 രൂപയുടെ ഒരു കോയിനും
ഒരു നോട്ടും 10 രൂപയുടെ 3 കോയിനും നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ആ കോയിനിൽ നിന്ന് നമ്മൾ ഒരു നോട്ട് കൊടുത്തിട്ട് ഒരു 10 രൂപ നമ്മൾ മേടിക്കണം, നോട്ട് മേടിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അനുപാതം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10/10. 10/10 എന്ന് പറയുന്നത് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1:1 എന്ന് പറയുന്ന അനുപാതത്തിൽ കിട്ടും. അടുത്ത വീണ്ടും ഒരു 10 രൂപയുടെ ഒരു കോയിൻ കൊടുത്ത് നമ്മൾ നോട്ട് മേടിക്കുകയാണെങ്കിൽ അവിടെയും അനുപാതം എത്ര തന്നെ? 10/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1 തന്നെയാണ് അനുപാതം. അനുപാതത്തിൽ എന്ത് ചെയ്യുന്നില്ല? വ്യത്യാസം വരുന്നില്ല. അപ്പൊ അനുപാതത്തിൽ വ്യത്യാസം വരാതിരുന്നു കഴിഞ്ഞാൽ അത് എന്ത് കിട്ടില്ല? കോൺവെക്സ് ടു ദി ഒറിജിൻ ഒരു കാരണവശാലും കിട്ടൂല, വ്യത്യാസമായിരിക്കും. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ എക്സസൈസ് തന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് പ്രോപ്പർട്ടി നമ്പർ 3. അപ്പൊ പ്രോപ്പർട്ടി നമ്പർ 3 നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, 2 പ്രോപ്പർട്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഒരു 3 പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലേ തീരുള്ളൂ കേട്ടോ. ഓക്കെ.